കണ്ണൂർ വളപട്ടണത്ത് സ്വർണവും പണവും കവർന്ന കേസ് നമുക്ക് ഓർമ്മയില്ലേ? ആ കേസിൽ പ്രതി പിടിയിലായി. അയൽവാസി ലിജീഷാണ് കസ്റ്റഡിയിലായത്. 1 കോടി രൂപയും 300 പവനുമാണ് ഇയാൾ മോഷ്ടിച്ചത്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഈ തൊട്ടടുത്ത ഒരു അയൽവാസി തന്നെ പിടിയിലായിരിക്കുന്നു. നേരത്തെ തന്നെ പോലീസിന്റെ സംശയ കണ്ണുകൾ ഇയാൾക്ക് നേരെ വന്നിരുന്നോ? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഷ്റഫിനെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളാണ് ഈ മോഷണം നടത്തിയത് എന്ന് പോലീസിന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കാരണം കൃത്യമായി മുറിയിൽ കയറി ഈ സാധനങ്ങൾ എടുക്കണമെങ്കിൽ, മാത്രമല്ല CCTV ഇല്ലാത്ത വഴിയിലൂടെ CCTVയിൽ പതിയാതെ ഈ മോഷണം നടത്തണമെങ്കിൽ അഷ്റഫിനെയും കൃത്യമായി അറിയാവുന്ന ഒരാളാണ് എന്ന് നേരത്തെ തന്നെ പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയൽവാസിയായ ജിതേഷിനെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാൾ സമ്മതിച്ചു താനാണ് ഈ മോഷണം നടത്തിയതെന്ന് ഈ പ്രതി തന്നെ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. അതിന് പ്രതിയുടെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തും. ഏതാണ്ട് 1 കോടി രൂപയും ഒപ്പം തന്നെ 300 പവനുമാണ് ഈ വീട്ടിൽ നിന്നും കവർന്നത്. ഈ നേരത്തെ ഇവിടെ എത്തിയ ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധന നടത്തിയപ്പോൾ ഡോഗ് സ്ക്വാഡ് ഇയാളുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നു. പിന്നീട് വളപട്ടണം റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തേക്കാണ് പോയത്. ആ സമയത്ത് തന്നെ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. ആ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ മോഷണം നടത്തിയത്. മാത്രമല്ല, ഒരാൾ മാത്രമാണ് ഈ മോഷണത്തിൽ പങ്കെടുത്തത്, ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് വ്യക്തമായിരുന്നു. അപ്പോൾ കൃത്യമായി ഈ വീടുമായി ധാരണയുള്ള ഒരാളാണ് ഈ മോഷണം നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജിതേഷിനെ ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ അയാൾ കുറ്റസമ്മതം നടത്തി. ഏതായാലും അല്പസമയത്തിനകം ഈ പ്രതിയുടെ അറസ്റ്റ് ഉണ്ടാവും. ഫെലിക്സ്, മോഷണം മുതൽ കണ്ടെടുക്കാനായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? മോഷണം മുതൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെയാണ് മോഷണം മുതൽ, അതായത് 300 പവൻ സ്വർണ്ണമുണ്ട്, ഒപ്പം തന്നെ 1 കോടി രൂപയുണ്ട്. ഇതൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന് കൃത്യമായി ജിതേഷ് പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടിട്ടില്ല. അത് വീണ്ടെടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും ആരംഭിക്കുകയും ചെയ്തു. നമുക്കറിയാം, 20-ാം തീയതിയാണ് ഈ മോഷണം നടക്കുന്നത്. 19-ാം തീയതി അഷ്റഫിന്റെ കുടുംബവും മധുരയിലെ ഒരു കല്യാണ ചടങ്ങിന് പങ്കെടുക്കാൻ പോയതാണ്. പിന്നീട് 24-ാം തീയതിയാണ് തിരിച്ചെത്തുന്നത്. 20-ാം തീയതി 19-ന് പോകുന്നു, 20-ാം തീയതി അവിടെ മോഷണം നടന്നു. 24-ാം തീയതി തിരിച്ചെത്തുമ്പോഴാണ് ഈ മോഷണം നടത്തിയ കാര്യം അഷ്റഫ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ മോഷണം നടത്തിയത് എന്ന് പോലീസിന് തന്നെ ആ സമയത്ത് വ്യക്തമാകുകയും ചെയ്തതാണ്. ഏതായാലും ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് ഇയാൾ കുറ്റസമ്മതം നടത്തി, ഒപ്പം തന്നെ ഈ മോഷണം മുതൽ ഇത്രയധികം, അതായത് 300 പവനും 1 കോടി രൂപയും എവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ ജിതേഷ് തന്നെ പോലീസിന് വെളിപ്പെടുത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലും അല്പസമയത്തിനകം പ്രതിയുടെ അറസ്റ്റ് ഉണ്ടാകും. വലിയ കവർച്ച അടുത്തിടെ കണ്ണൂർ ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കവർച്ചയാണ് നടന്നത്. അതും തൊട്ട് അയൽവാസി ആണ് ഇങ്ങനെ മോഷണം നടത്തിയത്. എന്താണ് ഇങ്ങനെ മോഷണം നടത്താൻ ഈ അയൽവാസിയെ പ്രേരിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. എന്താണ് കാര്യം, ഈ ഒരു മോഷണത്തിലേക്ക് ഇയാളെ പ്രേരിപ്പിച്ച ഘടകം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ശരി ഫെലിക്സ്.